പ്രൈസ് ദി ലോർഡ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ പ്രാർത്ഥന എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചുവെന്നും അനേക രോഗികൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ സൗഖ്യമായി എന്നും അനേകം മാനസികമായി ഭാരപ്പെട്ടിരുന്നവർക്ക് ആശ്വാസം ലഭിച്ചുവെന്നും ഞങ്ങളെ വിളിച്ചറിയിക്കുകയുണ്ടായി. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ PS ബാബു ദൈവവചനം ശുശ്രൂഷിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകമെമ്പാടും നാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ പ്രാർത്ഥന എന്ന ഈ പ്രോഗ്രാം ശ്രമിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ ആഴ്ചയിൽ ഈ പ്രോഗ്രാം കണ്ട അനേക പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിളിച്ച് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചുവെന്ന് അറിയിപ്പാനിടയായി തീർന്നു. കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കുമായിട്ടും കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകമായി വിളിച്ചറിയിച്ച ചില വിഷയങ്ങൾ വായിക്കുന്നു. അത് ദൈവനാമ മഹത്വത്തിനും വിശ്വാസത്തിൻ്റെ വർധനവിനുമായി തീരട്ടെ. ജിഷ എന്ന സഹോദരിക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു. സ്കാനിങ്ങിൽ കുഞ്ഞിന് പ്രശ്നമുണ്ട്, ലെങ്സിൽ മുഴയാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രാർത്ഥനയാൽ ഡെലിവറി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ലെങ്സിൻ്റെ മുഴ മാറിയെന്ന് വിളിച്ചറിയിപ്പാനിടയായി. കർത്താവ് ചെയ്ത അത്ഭുത സൗഖ്യത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ കോന്നി എന്ന ദേശത്തു നിന്ന് ശ്യാമള എന്ന് പറഞ്ഞ സഹോദരി വയറിലെ തടിപ്പും വിട്ടുമാറാത്ത വേദനയും യേശുവിൽ വിശ്വസിച്ച കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തടിപ്പും വേദനയും മാറിയെന്ന് വിളിച്ചു പറഞ്ഞു. കർത്താവ് ഇന്നും തൻ്റെ അത്ഭുത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ ജോഷി ആലപ്പുഴയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ശ്വാസതടസ്സം ചുമ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കർത്താവ് ആ ദാസന് കൊടുത്ത സൗഖ്യത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ പെൻഷൻ സംബന്ധമായ ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടുന്നവർക്ക് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ദൈവം നീക്കുപോക്കുകൾ നൽകി. കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കുമായിട്ട് കർത്താവിന് പ്രത്യേകമായി നന്ദി പറയുന്നു. അതേപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സലിം NK നോർത്ത് പറയൂ. ആ ദാസനെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ കർത്താവിന് ഒരു പ്രേരണ നൽകിയല്ലോ. ആ ദാസൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആത്മീക അനുഗ്രഹങ്ങളും സൗഖ്യവും കർത്താവ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യണമെന്ന് ആർക്കെങ്കിലും കർത്താവ് ഒരു പ്രേരണ നൽകുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളോട് അറിയിച്ചാൽ മതി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യട്ടെ. ഇന്നും ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവ് വലിയ പ്രവർത്തികൾ ചെയ്യുന്നു. ഇന്ന് ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കർത്താവ് എന്നോട് സംസാരിക്കും. ഇന്ന് കർത്താവ് എൻ്റെ പ്രശ്നത്തെ കാണും, എൻ്റെ വേദനയെ കാണും, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കും. നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായി തീരും. ദൈവവചനം കേട്ടവർക്ക് മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നുവെന്ന് അപ്പസ്തോല പ്രവൃത്തികൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ കേൾക്കുന്നവരുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും പ്രതികൂലം എത്ര വലുതായിരുന്നാലും അവർക്ക് മേൽ ദൈവത്തിൻ്റെ കരം, കർത്താവിൻ്റെ കരം പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസം എന്നെ അല്പം പ്രായമായ ഒരു മാതാവ് കാണുവാൻ വന്നു. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ വളരെ ദുഃഖത്തിലും സങ്കടത്തിലുമായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് പ്രിയാൻ്റി നിങ്ങളെ ഭാരപ്പെടുത്തുന്നത്? അവർ വളരെ അല്പപ്രായം മുമ്പോട്ടുള്ള ഒരു മാതാവാണ്. അവർ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചു, എനിക്ക് ഭർത്താവുണ്ട്, മക്കൾ, കൊച്ചുമക്കളുണ്ട്. എന്നാൽ എൻ്റെ ഭർത്താവിന് എന്നേക്കാൾ സ്നേഹം പണത്തോടാണ്. അദ്ദേഹം പുതിയ നോട്ടുകൾ ഇങ്ങനെ കെട്ടിവെച്ച് അതിങ്ങനെ സമ്പാദിച്ച് വെക്കുന്നതിൽ, ചെലവ് ചെയ്യുന്നതിലല്ല, സമ്പാദിച്ച് കൂട്ടി വെക്കുന്നതിൽ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അത് എടുത്തു നോക്കും, ആരെങ്കിലും അതിൽ നിന്ന് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ആ പണം സൂക്ഷിച്ചു വെക്കുന്നതിൽ, സമ്പാദിച്ചു വെക്കുന്നതിലാണ് ഏറ്റവും വലിയ ഇഷ്ടം. ആ മാതാവ് പറഞ്ഞു, ആ പിതാവ് എപ്പോഴും ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്നെയല്ല, ഈ പണമുള്ളത് കൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ ഈ പണം ഇവരുടെ ഇടയിൽ ഒരു വലിയ പ്രശ്നക്കാരനായി തീർന്നു. പ്രിയമുള്ളവരെ, എണ്ണിക്കൂടാത്ത ധനത്തിലല്ല ഈ വചനം കേൾക്കുമ്പോൾ
ക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ, പ്രത്യാശയിലേക്ക് നിങ്ങളുടെ ഹൃദയം ഉയർത്തപ്പെടുവാൻ ഇടയാകട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരുടെയെങ്കിലും കുടുംബം ധനസംബന്ധമായ വിഷയത്തിൽ ഒരു തകർച്ചയിലായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയനായ ദൈവത്തിൻ്റെ കരം ഇന്ന് വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ നീക്കുവാൻ, പ്രശ്നങ്ങൾ തീർക്കുവാൻ, നിങ്ങളുടെ ഇടയിലെ ഇടർച്ചകൾ, കലക്കങ്ങൾ മാറ്റി ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ അകത്ത് കടന്നു വരുവാൻ ഈ വചനത്തിൻ്റെ കേൾവിയാൽ ഇടയായിത്തീരട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ദൈവവചനത്തിൻ്റെ ഒരു ഭാഗം കടന്നു വന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 21 വാക്യങ്ങൾ യേശുക്രിസ്തു ഒരു ഉപമയിലൂടെ പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനെ കൃഷി ചെയ്ത് ആ ഭൂമിയിൽ നല്ല വിളവ് ലഭിച്ചു. വിളവ് ലഭിച്ചപ്പോൾ അവൻ തന്നോട് തന്നെ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ കളപ്പുരകൾ പൊളിച്ച് പണിത് അത് വലുതാക്കി പണിത് അതിൽ ഞാൻ എൻ്റെ ധാന്യമെല്ലാം ശേഖരിച്ചു വെക്കും. അങ്ങനെ ഞാൻ എൻ്റെ ശിഷ്ടകാലം വളരെ സുഖമായിട്ട് ജീവിക്കും. മാത്രമല്ല തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അങ്ങനെ എൻ്റെ ജീവിതത്തെ ഞാൻ സുഖമാക്കി തീർക്കുമെന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. എന്നാൽ ദൈവമോ ആ മനുഷ്യനോട്, മൂഢനായ മനുഷ്യ, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ തിരികെ ചോദിച്ചാൽ നീ എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരു മനുഷ്യനും അറിയുന്നില്ല. ഭൂമിയിൽ ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, അതൊരു ഉറപ്പാണ്, അതൊരു സത്യമാണ്. നിങ്ങളുടെ ജീവൻ എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് തിരികെ എടുക്കാം. ഈ ജീവൻ തന്നത് ഈ ഭൂമിയിൽ ആരുമല്ല, ഈ ജീവൻ തന്നത് ദൈവമാണ്. നിങ്ങളുടെ ജീവന്റെ മേൽ, നിങ്ങളുടെ ശരീരത്തിന്മേൽ അധികാരവും അവകാശമുള്ളത് ദൈവത്തിനാണ്, കർത്താവിനാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ ധനവാനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എൻ്റെ വിളവ് വർദ്ധിച്ച് എനിക്ക് ലഭിച്ചു. ഞാൻ എൻ്റെ കളപ്പുരകൾ പൊളിച്ച് അത് വലുതായി പണിത് ഞാൻ അതിലെല്ലാം സമ്പാദിച്ചു വെക്കും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യനെ തകർത്ത് കളയുന്ന അനേക കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായതാണ് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എത്ര സുഖമനുഭവിക്കാമോ അത്രയും സുഖമനുഭവിക്കുക എന്നൊരു ചിന്തയാണ് അനേകരെ ധനസമ്പാദനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സുഖജീവിതം എന്ന ആ ഒരു ചിന്ത മാത്രമാണ് അനേകരെ ഭരിക്കുന്നത്. എന്നാൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ഇത് ഭൂമിയിൽ നിന്നുള്ളതാണ്, ഇത് മണ്ണിൽ നിന്നുള്ളതാണ്, ഇത് ജഡത്തിൽ നിന്നുള്ളതാണ്, ഇത് ഈ ലോകത്തിൽ നിന്നുള്ളതാണ്, ഇതിവിടെ നശിച്ചു പോകുന്നതാണ്. എന്നാൽ ദൈവികമായത്, ആത്മീകമായത്, സ്വർഗീയമായത് വിശ്വാസത്താൽ പ്രാപിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്. മണ്ണിൽ എപ്പോഴും മനുഷ്യന് പാപത്തോടും പാപസ്വഭാവത്തോടുമുള്ള വലിയ ആകർഷണമുണ്ട്. കാരണം മനുഷ്യനെ ഈ മണ്ണിലെ പൊടിയിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചത്. മണ്ണിനോടുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും വാഞ്ചയും വലുതാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ സൃഷ്ടിതാവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ജനം പാപത്തിൽ നശിച്ചു പോകാതെ ദൈവത്തിലേക്കു തിരിയുവാനിടയായിത്തീരുന്നത്. ഒരിക്കൽ ഒരു ദേശത്ത് ജനം വളരെ ഭാരത്തിലായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിലേക്ക് ദൈവത്തിൻ്റെ പ്രവാചകനായ എലീശയെ അയച്ചു. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള ഭാഗമാണ് ഈ വിഷയം എഴുതിയിരിക്കുന്നത്. ആ പട്ടണത്തിൽ ചെന്നപ്പോൾ ആ പട്ടണത്തിൻ്റെ അവസ്ഥ, പട്ടണം കാണുവാൻ മനോഹരമാണ്, വളരെ മനോഹരമായ പട്ടണം. പട്ടണത്തിൻ്റെ ഇരിപ്പും വളരെ മനോഹരമാണ്. എന്നാൽ അവിടുത്തെ വെള്ളം ഗർഭനാശമുള്ളത്. ആ വെള്ളം കുടിക്കുവാൻ കൊള്ളില്ല. പുതിയൊരു തലമുറയുണ്ടാകാതെ
പുതിയൊരു ജനറേഷൻ ഉണ്ടാകാതെ തടയപ്പെടുന്ന ഒരനുഭവമാണ് ആ ദേശത്തിലെ ജനത്തിനുള്ളത്. എന്നാൽ ആ ദേശത്തേക്ക് ദൈവം ഒരു മനുഷ്യനെ അയച്ചു. ആ മനുഷ്യന്റെ പേരാണ്, പ്രവാചകന്റെ പേരാണ് എലീശ. എലീശ ഒരു പുതിയ തളികയിൽ ഉപ്പെടുത്ത് ആ നീരുറവങ്ങൾ ഇട്ടപ്പോൾ ആ വെള്ളം പഥ്യമായി തീർന്നു. എന്നാൽ ദൈവം അയച്ചതുകൊണ്ട് അപ്പോൾ ദേശത്തിൻ്റെ മേൽ, മണ്ണിൻ്റെ മേൽ മനുഷ്യനെ തകർത്ത് കളയുന്ന അനേക ദുഷ്ടപിശാചിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ ആർക്കും നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. ഇന്ന് പലർക്കും ധനത്തോടും മണ്ണിനോടും ഉള്ള ആഗ്രഹവും വാഞ്ചയും വർദ്ധിച്ചു വരികയാണ്. ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ഇവിടെ അല്പകാലം മാത്രമേ ഈ ഭൂമിയിലെ ആയുസ്സും ജീവിതമുള്ളെന്നും ഇത് നാളെ മറ്റൊരാളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഇത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് താൻ ഈ ഭൂമിയിൽ നിന്ന് നീങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയെന്ന് ആരും തിരിച്ചറിയുന്നില്ല. അത് വലിയ അപകടത്തിലേക്കും അനർത്ഥങ്ങളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും മനുഷ്യനെ നയിച്ചു കൊണ്ടുപോവുകയാണ്. ദൈവം മനുഷ്യനെ വിടുവിക്കുന്നില്ലെങ്കിൽ ഇന്നും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നേരായ വഴിയിലേക്ക് കടന്നു വരികയില്ല. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഒരു ദേശം അധർമ്മം കൊണ്ട്, മ്ലേച്ഛത കൊണ്ട്, പാപങ്ങൾ കൊണ്ട് നിറഞ്ഞു. ആ ദേശത്തെ നശിപ്പിക്കുവാൻ, ന്യായം വിധിക്കുവാൻ ദൈവം തൻ്റെ കരം നീട്ടി. ആ പട്ടണത്തിന്റെ പേരാണ് സോദോം ഗോമോറ. ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കുമ്പോൾ അവിടെ ഒരുവനും മാത്രമുണ്ടായിരുന്നു, ലോത്ത്. ലോത്ത് നീതിമാനായകൊണ്ട് ലോത്തിനെ വിടുവിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചു. ഇന്നും ഒരു ദേശം നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കുന്നുവെങ്കിൽ ആ ദേശത്തിൻ്റെ മ്ലേച്ഛതകളും അധർമ്മ പ്രവർത്തികളും കൊണ്ട് ദേശത്തിന്മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു നീതിമാനുണ്ടെങ്കിൽ ആ നീതിമാനെ ദൈവം ഇന്നും വിടുവിക്കുവാൻ ശക്തനാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യം, ജനം നിരാശരും പരാജയ ഭീതിയുള്ളവരും മരണഭയത്തിലുമായിരിക്കുന്നുവെങ്കിൽ ആ ദേശത്തുനിന്ന് വിട്ടുപോകേണ്ടത് ആവശ്യമാണ്. ഒരാളെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നത് താൻ പാർക്കുന്ന ദേശവും താൻ പാർക്കുന്ന ദേശത്തെ അനുഭവങ്ങളുമാണ്. എന്നാൽ അവിടം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഈ ഭൂമിയിലെ ജീവിതത്തെ ഒരു പരദേശവാസമായിട്ടാണ്, ഒരു യാത്രയായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മിസ്രൈം എന്ന രാജ്യത്ത് അടിമത്തത്തിൽ 400 സംവത്സരങ്ങൾ കടന്ന ഇസ്രായേൽ ജനത്തെ മോശ എന്ന പ്രവാചകനിലൂടെ യഹോവയായ ദൈവം വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോയി. അവരവിടെ എത്തിയപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. കാരണം അവർ പാർത്ത മിസ്രൈം എന്ന രാജ്യം അടിമനുഖത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിക്കണം. അവർക്ക് ആവശ്യമുള്ള ആഹാരമോ അതിനുള്ള കൂലിയോ ലഭിക്കാതെ പീഡനം സഹിച്ച ആ ജനം വിചാരിച്ചില്ല ഒരിക്കലും തങ്ങൾ ഈ അനുഭവത്തിൽ നിന്ന് പുറത്തു വരുമെന്ന്. എന്നാൽ മിസ്രൈമിന് പുറത്ത് ദൈവത്തിന്റെ വാഗ്ദത്ത ദേശമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞത് മോശയിലൂടെ ഒരു വിടുതൽ ലഭിച്ചപ്പോഴാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ പാർക്കുന്ന ദേശം നിനക്ക് നിരാശ നൽകുന്നതും നിനക്ക് മരണഭീതി നൽകുന്നതും ആത്മഹത്യ പ്രേരണ നൽകുന്നുവെങ്കിൽ അതിനപ്പുറം നിനക്കൊരു ദേശമുണ്ട്. കർത്താവ് പറയുകയാണ് ഇന്ന് ആമേൻ, ദേശത്തിനേക്കാൾ വലുതാണ് നീ ദേശം വിട്ട് നിന്റെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിലുള്ള വഴി നീ കണ്ടെത്തുന്നത്. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. മനുഷ്യൻ പലപ്പോഴും തന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത, തന്നെ സ്നേഹിക്കുവാൻ കഴിയാത്ത, തന്നെ സത്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാത്ത
പല ബന്ധങ്ങളുടെ കുടുക്കുകളിൽ ഇന്നും മുറുകപ്പെട്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഇന്ന് നിന്നെ മുറുക്കിയിരിക്കുന്ന കുടുക്കുകളിൽ നിന്ന് ഒരിക്കലും നിന്നെ രക്ഷിക്കാത്ത, നിന്നെ വിടുവിക്കാത്ത ചില ചങ്ങലകളിൽ നിന്ന് ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കുടുംബ ബന്ധങ്ങൾ വലുതാണ്, എല്ലാ ബന്ധങ്ങൾക്കും നല്ലതാണ്. എന്നാൽ ക്രിസ്തുവിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഒരു സത്യം തിരിച്ചറിയും, എല്ലാ ബന്ധങ്ങളും നല്ലതല്ല. ചിലതിനെ വിട്ടുകളയണമെന്നെങ്കിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. ചില ബന്ധങ്ങൾ വിട്ടുകളഞ്ഞാൽ മാത്രമേ കർത്താവ് ഒരുക്കുന്ന വഴി നിങ്ങൾക്ക് വെളിപ്പെട്ട് വരികയുള്ളൂ. അബ്രഹാമിനോട് പറഞ്ഞത്, നീ നിന്റെ പിതൃഭവനത്തെ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ ദേശത്തെ വിടണം. കാരണം നീ ആ പരിമിതമായ നിന്റെ ബന്ധങ്ങളിൽ നിന്നാൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ട് വരികയില്ല. അവൻ യഹോവയായ ദൈവത്തിന് അബ്രഹാമിനെ കുറിച്ചൊരു ദൈവിക പദ്ധതിയുണ്ട്. കാരണം അബ്രഹാമിലൂടെ ലോകത്തിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണം. നീ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ ഒരു അനുഗ്രഹം നിനക്ക് വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ, നീ വിട്ടുകളയേണ്ട ചിലതിനെ വിട്ടുകളയുവാൻ തയ്യാറായാൽ മാത്രമേ നിനക്ക് ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. ഇന്ന് ചിലതിനെ വിട്ടുകളയുവാൻ നാളികരായിട്ട് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവം ആലോചന തന്നിട്ടും അതിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ചിലതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് ഇന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ കർത്താവ് നിന്നോട് പറയുകയാണ്. അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും ദൈവം തെരഞ്ഞെടുക്കുന്ന തന്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ തയ്യാറായാൽ മാത്രമേ ദൈവം എത്തിക്കേണ്ട ഇടത്ത് നിങ്ങളെ എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ഉപേക്ഷിച്ച് കളയേണ്ടതിനെ ഉപേക്ഷിച്ചു കളയുവാനുള്ള ഒരു മനസ്സ്. അബ്രഹാം സകലതും വിട്ടു. അബ്രഹാം യാത്രയായി. അവിടെയാണ് അബ്രഹാമിന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഇന്ന് നമുക്കറിയാം, ലോകത്തിലെ ജനസംഖ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങൾക്ക് അബ്രഹാം പിതാവായി നിൽക്കുന്നു. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിന് പിതാവായ തേരകനെ വിട്ട് യാത്ര ചെയ്ത് യഹോവയായ ദൈവത്തിന്റെ വഴിയിൽ യാത്ര ചെയ്തപ്പോൾ അവൻ ഓരോ സമയത്തും അവന് വേണ്ടിയ എല്ലാ അനുഗ്രഹങ്ങളും വെളിപ്പെട്ട് വരുവാനിടയായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലത്തിന്റെ നടുവിലാണോ, ഒരു സങ്കടത്തിന്റെ നടുവിലാണോ, പരാജയകരമായ ഒരു വേദനയിലാണെങ്കിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ പാർക്കുന്ന ദേശം നിങ്ങൾക്ക് നിരാശയും പരാജയവും മരണഭീതിയെ നൽകുന്നുവെങ്കിൽ ആ ദേശത്തിനപ്പുറത്ത് കർത്താവിനോട് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് പാർക്കുവാനുള്ളൊരു ഇടമൊരുക്കി തന്ന് കർത്താവ് തന്റെ വാഗ്ദത്ത വഴിയിലൂടെ നിങ്ങളെ ഇന്നും നടത്തുവാൻ വിശ്വസ്തനാണ്. അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തും ഒരുമിച്ച് യാത്ര ചെയ്തു. എന്നാൽ മുമ്പോട്ട് യാത്ര ചെയ്തപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ഇനി നാം ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ശരിയല്ല. കാരണം ആടുമാടുകളും വർധനമുണ്ടായപ്പോൾ അവർക്ക് ഒരുമിച്ച് പാർക്കുവാൻ കഴിയാതിരുന്നപ്പോൾ അബ്രഹാം പറഞ്ഞു, ലോത്തെ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളുക. സ്വന്തമായ ഒരു തിരഞ്ഞെടുപ്പിന്, സ്വന്തമായ ഒരു സുഖസൗകര്യം കണ്ടെത്താൻ അബ്രഹാം ശ്രമിക്കാതെ തൻ്റെ കൂടെ പുറപ്പെട്ട് വന്ന ലോത്തിന് അവൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അവകാശം കൊടുത്ത അബ്രഹാമിന്റെ മുമ്പിൽ യഹോവയായ ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ, നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാനത് നിനക്ക് തരും. ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ വാഗ്ദത്തവും അത് നിന്നു പോകുന്നതല്ല.
നീ സ്വന്തമായി ആർജിച്ചു കൂട്ടിവെക്കുന്നതിലല്ല, വിശ്വാസത്താൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നീ ഓരോ നിമിഷവും ഓരോ ആമൻ ആമൻ അനുഭവത്തിലും യാത്ര ചെയ്യുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടിയുള്ളത് ഒരുക്കി ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ ആലോചനയും തന്ന് അവൻ ഇന്നും നിങ്ങളെ നടത്തുവാൻ ശക്തനാണ്. അപ്പോൾ എബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. അവന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ സ്ഥാനം തന്നെ വിളിച്ച് വേർതിരിച്ച, തന്റെ മേൽ വാഗ്ദത്തങ്ങളും അനുഗ്രഹം നൽകിയ ആ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ആ ദൈവത്തിന് പ്രാർത്ഥന കഴിച്ചും ആരാധന കഴിച്ചും പോകണമെന്നായിരുന്നു അബ്രഹാമിന്റെ ഒന്നാമത്തെ ആഗ്രഹം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ സ്വന്തം സുഖത്തിൻ്റെ, സ്വന്തം വിജയത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അധികമായി ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഇച്ഛ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള വിശ്വാസം ഇന്ന് ഈ വചന കേൾവിയാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ആമേൻ. സൃഷ്ടിതാവായ ദൈവത്തിന് നിന്നെ ആമേൻ ഈ മണ്ണിലെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ച് ആമേൻ ജീവനുള്ള ദേഹിയാക്കി തീർത്ത വലിയവനായ കർത്താവിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആമേൻ. ആ കർത്താവിലേക്ക് നീ നിന്റെ ഹൃദയത്തെ ഉയർത്തുന്നുവെങ്കിൽ ആ കർത്താവിന്റെ ഹിതമെന്തെന്ന് തിരിച്ചറിയുവാനുള്ള ഒരാഗ്രഹവും ആമേൻ തീരുമാനവും നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവുമെങ്കിൽ കർത്താവ് പറയുകയാണ്, ആമേൻ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. പ്രിയ സഹോദര, കർത്താവിന് നിന്നെയാണ് ആവശ്യം. സഹോദരി, കർത്താവിന് നിന്നെ ആവശ്യമോ? അബ്രഹാമിനെ വിളിച്ചുവെങ്കിൽ, ഇസഹാക്കിനെ വിളിച്ചുവെങ്കിൽ, യാക്കോബിനെ വിളിച്ചുവെങ്കിൽ ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ നിന്നെയാണ് ആവശ്യമായിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ മക്കളെ വിളിച്ച് വേർതിരിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ, നിങ്ങളുടെ ശരീരം വിശുദ്ധിയുള്ള ദൈവത്തിൻ്റെ ആലയമായി മന്ദിരമാക്കി തീർക്കുവാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം ദേവാലയത്തിലല്ല വസിക്കുന്നത്. നിന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവാകുന്ന ദൈവം നിന്റെ അകത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുമില്ലെങ്കിൽ ആമേൻ ദൈവത്തിന് നിന്നിൽ വസിക്കുവാൻ കഴിയുകയില്ല. അബ്രഹാം യാത്ര ചെയ്തു വരുമ്പോൾ, അബ്രഹാമിന്റെ കൂടെ യാത്ര ചെയ്തു വന്ന ലോത്തിനെ, ആ ലോത്തിന്റെ സമ്പത്തുമൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് രാജാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് വന്ന് ലോത്തിന് വിരോധമായി യുദ്ധം ചെയ്തു. ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അബ്രഹാമിന്റെ കൂടെയുള്ള 318 അഭ്യാസികളും അവർ ചെന്ന് ആ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ലോത്തിനെയും ലോത്തിന്റെ സമ്പത്തുമെല്ലാം വിടുവിച്ചു വരുമ്പോൾ സൊദോമിലെ രാജാവ് അബ്രഹാമിനോട് പറഞ്ഞു, ഈ സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക, നിന്റെ പടയാളികളെ മാത്രം എനിക്ക് തരിക എന്ന് പറഞ്ഞപ്പോൾ സൊദോം രാജാവിനോട് അബ്രഹാം പറഞ്ഞത്, ഒരു ചെരുപ്പിന്റെ വാറാകട്ടെ ഞാൻ നിന്നോട് വാങ്ങിയില്ല. ദൈവത്തെ വിളിച്ചിറങ്ങി പുറപ്പെട്ടാൽ എണ്ണിക്കൂടാത്ത ധനത്തിലല്ല, ലാഭമായി കിട്ടുന്ന ധനത്തിനല്ല, യുദ്ധം ചെയ്ത് കിട്ടുന്ന ധനത്തിനല്ല, തനിക്ക് വേണ്ടി തക്ക സമയത്ത് സകലതും തരുവാൻ തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് അബ്രഹാം വിളിച്ചുവെങ്കിൽ, അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് പറഞ്ഞുവെങ്കിൽ, ഈ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ യാത്ര ചെയ്യുവാൻ തയ്യാറായാൽ ഈ ലോകത്തിൽ എണ്ണിക്കൂടാത്ത ധനമോ അവൻ വെറുതെ ലഭിക്കുന്നതോ മറ്റാരുടെയും കൈ തരുന്നത് കൊണ്ടല്ല കർത്താവ് നിങ്ങളെ നടത്തുന്നത്. കാക്കയ്ക്കും തന്റെ തീന്നെ കൊടുക്കുന്ന ദൈവം തക്ക സമയത്ത് തങ്ങൾക്ക് വേണ്ട നല്ലതൊന്ന് മുൻകരുതി നിങ്ങൾക്ക് വേണ്ടി തരുന്ന വലിയവനായ കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും നിവർത്തിച്ചു തരുവാൻ വിശ്വസ്തനാണ്. അങ്ങനെ ഓരോ സ്റ്റെപ്പും അബ്രഹാം മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം അബ്രഹാമിന് നിന്നുപോയില്ല. 15-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ, അതിന്റെ ശേഷം അബ്രഹാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഞാനാ നിന്റെ പ്രതിഫലം. കർത്താവ് എന്ന് പറയുകയാ. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് പറയുക, ഞാൻ നിങ്ങളുടെ പ്രതിഫലമാ. യഹോവയായ ദൈവം, സ്വർഗീയനായ ദൈവം, പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്
ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് രക്ഷയുടെ സന്തോഷവും, നിങ്ങൾക്ക് ഈ ഭൂമി ജീവകാലമൊക്കെയും സമാധാനത്തോടെ ജീവിക്കുവാനുള്ള നന്മയും നൽകി നിത്യജീവനെയും അവകാശമാക്കുവാൻ ക്രിസ്തു മുഖാന്തരം ഒരു വഴി തുറന്നുവെങ്കിൽ ഈ ലോകത്തിൽ ചിലതിനു വേണ്ടി മാത്രം ആഗ്രഹിച്ച് ജീവിതം കയ്പും കണ്ണുനീരുമാക്കി തീർക്കാതെ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുന്നുവെങ്കിൽ ആ യേശുവിൻ്റെ രക്ഷ നിങ്ങളെ അന്ത്യത്തോളം വഴി നടത്തും. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവമനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ക്രിസ്തു മുഖാന്തരം ആ രക്ഷ നിന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം, ആ കർത്താവിൽ പൂർണ്ണമായ ആശ്രയം വെക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് കണ്ണുകളടച്ച് നിങ്ങളുടെ കരങ്ങൾ ഈ സ്ക്രീനിലേക്ക് നീട്ടി, നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടാലും കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരും. ഇന്ന് കുടുംബ തകർച്ച അനുഭവിക്കുന്ന അനേകരെ കർത്താവ് വിടുവിക്കുക. കുടുംബ തകർച്ച അനുഭവിക്കുന്നവരെ, അതേപോലെ ആത്മഹത്യ പ്രേരണയുള്ള ചിലർക്ക് മേൽ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുക. ആത്മഹത്യ ചെയ്യണമെന്ന് വലിയ വാഞ്ചയോടെ പലപ്പോഴും അതിനു വേണ്ടി ശ്രമിച്ച് വീണ്ടും ആത്മഹത്യ പ്രേരണ ഹൃദയത്തിലുള്ളവരെ കർത്താവ് ഇന്ന് വിടുവിക്കുക. അതുപോലെ മദ്യപാനത്തിൻ്റെ പിടിയിൽ അനേക കുടുംബങ്ങൾ തകർച്ചയിലായിരിക്കുമ്പോൾ അനേക സഹോദരിമാർ നിലവിളിക്കുക, ഈ മദ്യപാനത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഇന്ന് കർത്താവിൽ നീ വിശ്വസിക്കാൻ തയ്യാറാകുക, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാകുക, കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കാൻ തയ്യാറാകുക. നിന്റെ ഭർത്താവിനെ, കുടുംബത്തെ മദ്യത്തിൻ്റെ തകർച്ചയിൽ നിന്ന്, മദ്യപാനത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കാൻ പോവുകയാണ്. അതുപോലെ ചില രോഗികൾക്ക് വേണ്ടി കർത്താവ് സൗഖ്യം തരാൻ പോവുകയാണ്. പയൽസ് രോഗത്താൽ ഭാരപ്പെടുന്ന, വളരെ വേദനയിട്ട് പയൽസ് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കേൾവിക്കുറവുള്ള, ചെവിക്ക് വേദനയിട്ട് കേൾവിയെ കുറച്ച ചിലർക്ക് മേൽ സഹോദരി കർത്താവ് നിനക്ക് സൗഖ്യം തരിക. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശക്തമായ രോഗസൗഖ്യമുണ്ടാകട്ടെ. ശരീരത്തിലെ ചില വേദനകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. ശരീരത്തിൻ്റെ പുറത്ത് ചില കുരുക്കൾ വന്ന് വളരെ വേദന അനുഭവിക്കുന്ന, നാളുകൾ അനേക മരുന്നുകൾ കഴിച്ചിട്ട് സൗഖ്യമാകാത്ത ചില കുരുക്കൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകുക. യേശുവിൻ്റെ നാമത്തിൽ ശക്തമായ രോഗസൗഖ്യമുണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രവിച്ച എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രത്യേകമായ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാം. എല്ലാ ബുധനാഴ്ചയും നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഞങ്ങളുടെ ഒരു പ്രവർത്തനമാണ് ജീവശക്തി ചാരിറ്റബിൾ സൊസൈറ്റി. ഞങ്ങൾ കഷ്ടത്തിൽ പ്രയാസത്തിൽ ഇരിക്കുന്നവരെ ചെന്ന് കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾ ആകാവിധം അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുവാൻ അവസരമുണ്ട്. ക്രിസ്തുവിൽ സൗരഭ്യഭാസനയായി അത് ചെയ്താൽ കർത്താവ് നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകും. ഗോഡ് ബ്ലസ് യു. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ലേഡീസ് പ്രെയർ സെൽ ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ ഏത് സമയത്തും ഞങ്ങളെ വിളിച്ചറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ജീവശക്തി ചാരിറ്റബിൾ സൊസൈറ്റി. കഷ്ടത്തിൽ, ദുഃഖത്തിൽ, വേദനയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന ആശ്വാസങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഭാഗഭാക്കാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക.